ഇന്നേ ദിവസം നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു ഉത്തരം നൽകുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. കർത്താവിൻ്റെ ആത്മാവ് സകലതും മനസ്സിലാക്കുന്നു, കാണുന്നു. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, അവിടുത്തെ മുൻപിൽ സകലതും അനാവൃതമാണ്, വ്യക്തമാണ്. നമ്മൾ ചെയ്യുന്നത്, നമ്മളിന്ന് ഫേസ് ചെയ്യുന്നത്, നാളെ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ, സമയത്തിനും കാലത്തിനുമൊക്കെ അതീതനായ അവിടുത്തേക്ക് മുൻപിൽ നിന്റെ വിഷയം വ്യക്തമാണ്. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈശോ കൂനുള്ള സ്ത്രീയെ സൗഖ്യമാക്കുന്ന സമയത്ത് അവിടെ നടക്കുന്നൊരു പ്രത്യേക കാര്യം എന്നെ സ്പർശിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? അതായത് ഒരു സ്ത്രീക്ക് അന്നത്തെ കാലഘട്ടത്തിൽ സിനഗോഗിൽ പള്ളിയുടെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പ്രവേശനമില്ല. അവിടെ എല്ലാം പുരുഷന്മാർക്ക് മാത്രമാണ് ഇരിക്കുവാനുള്ള സ്പേസ് ഉള്ളത്. അതും ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കൂനുള്ള വ്യക്തികൾക്ക് പള്ളിയുടെ ഏറ്റവും ബാക്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കുവാനോ മാറി നിൽക്കുവാനോ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ യേശു ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് കർത്താവ് ശുശ്രൂഷിക്കാൻ വേണ്ടി ആ സിനഗോഗിൻ്റെ ഉള്ളിലേക്ക്, ജൂതന്മാരുടെ സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് അവിടെ നിൽക്കുമ്പോൾ മാനുഷികമായിട്ട് ഈ സ്ത്രീയെ കാണാനൊരു സാധ്യതയില്ല. പക്ഷേ ഈശോ ആദ്യമേ തന്നെ പുറകിൽ അല്ലെങ്കിൽ ഏതോ ഒരു കോണിൽ, ആ ദേവാലയത്തിനൊരു കോണിൽ കൂനി നിന്നിരുന്ന, മറ്റുള്ളവരുടെ കാലുകൾ മാത്രം കണ്ടുകൊണ്ട് നേരെ നിവർന്ന് നിൽക്കുവാൻ കഴിയാതെ ഈ തിരസ്കരണങ്ങളും വേദനകളും അപമാനങ്ങളൊക്കെ ഒത്തിരി അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നിരിക്കണം ആ വ്യക്തി. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനൊരു അവസ്ഥയുള്ള വ്യക്തികളെയൊക്കെ ശപിക്കപ്പെട്ടവരായി കണ്ട് മാറ്റി നിർത്തുമായിരുന്നു. അപ്പോൾ ഒരുപാട് അസഹനീയമായ വേദനയിലൂടെ കടന്നു പോയിട്ടും മാനസിക സമ്മർദ്ദത്തിലൂടെ മറ്റുള്ളവർ കടത്തി വിട്ടിട്ടും ദൈവത്തോടുള്ള ആ ഒരു പ്രത്യാശയിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ച ആ സഹോദരിയെ യേശു കർത്താവ്, ഈശോ ആ ദേവാലയത്തിന് മുൻപിലേക്ക്, ആ സിനഗോഗിന് മുൻപിലേക്ക് വിളിച്ച് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ആ വ്യക്തിയുടെ വിഷമങ്ങളെ, വേദനകളെ വ്യക്തമായി അറിയുന്ന ദൈവം അവളെ മാർക്കിട്ട, അവളെ പരിഹസിച്ച അല്ലെങ്കിൽ മാറ്റി നിർത്തിയ സമൂഹത്തിന് മുൻപിൽ തന്നെ ദൈവം മാനിച്ചുയർത്തുകയാണ്. ഇന്ന് പലപ്പോഴും നിങ്ങളും ഇതുപോലൊരു അവസ്ഥയിൽ, ചിലപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെ ആകണമെന്നില്ല, ഇതുപോലെ തന്നെ മറ്റു പല മാനസിക സമ്മർദ്ദങ്ങളിലൂടെ, ഒറ്റപ്പെടലിലൂടെ, തനിച്ചായ പോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവ് നിന്നെ ചേർത്ത് നിർത്തുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ അരികിലേക്ക് കടന്നു വരുന്നു. കർത്താവ് നിന്നെ മാറ്റി നിർത്തത്തില്ല എന്ന് മാത്രമല്ല, തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തും. ഇന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒന്നു മാത്രമേ ഉള്ളൂ. സഹനത്തിൻ്റെയൊക്കെ നടുവിലും, ഇന്ന് കടന്നു പോകുന്ന ഈ ചലഞ്ചസിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഈശോയെ പ്രതി, വിശ്വാസത്തെ പ്രതി നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ചില സഹനങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ, ഇതിന് നടുവിൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കൂടെയുള്ളവർ പോലും പലപ്പോഴും നിങ്ങളുടെ സൂപ്പർവൈസറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പല രീതിയിൽ കള്ളപ്പണി ചെയ്തിട്ടും പല രീതിയിൽ അവരെ പ്രീതിപ്പെടുത്തി മുൻപോട്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തോടുള്ള ഒരു വർഷിപ്പായിട്ട്, അതാണ് പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയാണെങ്കിലും, അത് ഏത് ജോലിയാണെങ്കിലും അത് കർത്താവിന് വേണ്ടി ചെയ്യുകയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡ്യൂ ടൈമിൽ കർത്താവ് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും, ഉയർത്തും. ആ സഹോദരിയെ ആ സിനഗോഗിൻ്റെ മുൻപിലേക്ക് വിളിച്ച് അവൾക്ക് മാന്യത നൽകി, അവളുടെ ആ ഒരു അവസ്ഥയ്ക്ക് ഡെലിവറൻസ് നൽകി, അവളെ അനുഗ്രഹിച്ച അതേ കർത്താവിൻ്റെ കരം നമ്മുടെ ജീവിതത്തിലും നമ്മളെ ഉയർത്തും. 1 Petros 5-6-7 തിരുവചനം. നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അതുകൊണ്ട് ഇന്നത്തെ ഉത്കണ്ഠകളെല്ലാം നമ്മൾ ജോലി സ്ഥലത്തെയാകാം, ഭവനത്തിലെയാകാം, ഭവനം മേടിക്കുന്ന കാര്യമാകാം, വാടക വീടിന് സംബന്ധമായ കാര്യമാകാം, ഹെൽത്തിനെ സംബന്ധമായ കാര്യമാകാം, മക്കളെ സംബന്ധമായ കാര്യമാകാം, തലമുറയുടെ വിഷയങ്ങളാകാം, പരീക്ഷാ ഭയങ്ങളാകാം, എന്തുമാകട്ടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉത്കണ്ഠകളെ സമർപ്പിക്കാം. തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊള്ളും. നല്ല ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് എല്ലാ ഉത്കണ്ഠകളെ സമർപ്പിക്കുന്നു. അവിടുത്തെ വീര്യം പ്രവർത്തിക്കുന്ന കരത്തിന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് അങ്ങയുടെ ശക്തമായ കരത്തിന് കീഴിൽ ഞങ്ങൾ താഴ്മയോടെ നിൽക്കുമ്പോൾ അവിടുത്തെ കരം, വീര്യം പ്രവർത്തിക്കുന്ന കരം ഞങ്ങൾ ഉയർത്തുന്നതിനെ ഓർത്ത് ഉയർത്തുവാൻ അവിടുത്തെ കരം ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങളെ ഉയർത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആമേൻ.